ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഷാർജ അക്വേറിയം ആൻഡ് മാരിടൈം മ്യൂസിയം. ഒരു 2 മണിക്കൂർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഷാർജ അക്വേറിയം. നാട്ടിലെ പോലെ അയലയും മത്തിയും ചൂരിയൊന്നും കാണാൻ പറ്റില്ലെങ്കിലും 150-ലധികം മത്സ്യങ്ങളും മറ്റു ജലജീവികളും ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ തിരമാലക്കടിയിൽ കാണുന്ന ആകർഷകമായ ലോകം ഷാർജ അക്വേറിയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അക്വേറിയങ്ങളിലായിട്ട് വ്യത്യസ്ത സമുദ്ര ആവാസ വ്യവസ്ഥകളിലുള്ള ജലജീവികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മത്സ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുവാനും ഗ്ലാസുകൾ വൃത്തിയാക്കുവാനും ഒരു മുങ്ങൽ വിദഗ്ധൻ അകത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കണ്ടൽക്കാടുകളിൽ ജീവിച്ചു വരുന്ന ജീവികൾക്ക് അതുപോലെയുള്ള ആവാസ വ്യവസ്ഥാ കേന്ദ്രം തന്നെയാണ് ഷാർജ അക്വേറിയത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി തന്നെ കാണുന്ന റീഫ് അക്വേറിയത്തിൽ കളർഫുള്ളായ പവിഴപ്പുറ്റുകളും ആ ആവാസ വ്യവസ്ഥയിൽ വളരുന്ന ചില ജന്തുജാലങ്ങളെയും നമുക്ക് കാണാം. ഷാർജ അക്വേറിയം ഒരു വിനോദസഞ്ചാര ആകർഷണം മാത്രമല്ല, ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. സമുദ്ര സംരക്ഷണം പോലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള വിവിധ വിദ്യാഭ്യാസ പരിപാടികളും വർക്ക്ഷോപ്പുകളും ഇവിടെ നടത്തിവരുന്നു. ഒരു ടച്ച് ടാങ്ക് ഉപയോഗിച്ച് അക്വേറിയത്തിലെ സ്റ്റാർ ഫിഷുകളെ അടുത്തറിയാൻ അനുവദിക്കുന്നതാണ്. നമുക്ക് അവയെ സൗമ്യമായി എടുക്കാനും സാധിക്കുന്നതാണ്. മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷാർജ അക്വേറിയം ആൻഡ് മാരിടൈം മ്യൂസിയം. അടുത്തതായിട്ട് നമുക്ക് മാരിടൈം മ്യൂസിയത്തിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് പറയട്ടെ, വെറും 25 ദിർഹംസ് മാത്രമാണ് മുതിർന്നവർക്ക് റേറ്റ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 15 ദിർഹംസ്. മുതിർന്ന പൗരന്മാർക്ക് ഒരു കുട്ടിക്കും സൗജന്യവുമാണ്. 2 മണിക്കൂർ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷാർജ അക്വേറിയം ആൻഡ് മാരിടൈം മ്യൂസിയം. അടുത്തതായിട്ട് ഷാർജ മാരിടൈം മ്യൂസിയം അക്വേറിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. രണ്ടിലേക്കും ഒരേ ടിക്കറ്റ് ഫീസാണ്. ഷാർജ മാരിടൈം മ്യൂസിയം എമിറേറ്റിൻ്റെ പേൾ ഇൻഡസ്ട്രി, ഡൈവിംഗ്, മീൻപിടുത്തം, ബോട്ട് നിർമ്മാണം എന്നിവയുടെ ചരിത്രം കാണിക്കും. ചരിത്രപരമായ കലാസൃഷ്ടികൾ, ആകർഷമായ പ്രദർശനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഷാർജയുടെ സമുദ്ര ഭൂതകാലത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാവുന്നത്. ചെറിയ മത്സ്യബന്ധന കപ്പലുകൾ മുതൽ
വലിയ വ്യാപാര ബോട്ടുകൾ വരെയുള്ള പരമ്പരാഗത ബോട്ടുകളുടെയും കപ്പലുകളുടെയും ശേഖരണമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടുത്തെ മറ്റൊരു രസകരമായ പ്രദർശനം ഒരു കാലത്ത് ഷാർജയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന പേൾ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.